നീ ശില്പയെ പണ്ട് കെട്ടാണ്ടിരുന്നല്ലേ, നിനക്കിപ്പം ശില്പയെ കെട്ടിയ വല്ല കുഴപ്പമുണ്ടോ? കൂട്ടിയിട്ട് കത്തിച്ച് വലിച്ചേക്കുവാണല്ലേ. അല്ലെങ്കിൽ ഇങ്ങനെ കിടന്ന് നിങ്ങൾ പറയത്തില്ല. എടാ അല്ല, പിന്നെ എനിക്കൊരു കുഴപ്പമില്ല. നിന്നെ ഭയങ്കര ഇഷ്ടമാണ് ശില്പയ്ക്ക്. പോയിട്ടും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാതെ. പിന്നെ അവളുടെ മനസ്സിൽ നീ ഉണ്ട്. നെയ്യുണ്ടെന്നോ? നെയ്യുണ്ടെന്നല്ല, പിന്നെ അവളുടെ മനസ്സിൽ നീ ഉണ്ട്. ഞാനോ? പിന്നെ ഞങ്ങൾ വർഷങ്ങളായിട്ട് 2 മുറിയിലാ കിടക്കുന്നത്. 2 മുറിയിലാ കിടക്കണമെങ്കിൽ അവൾ ഉണ്ണിക്കുട്ടാന്ന് വിളിച്ചത് ചേട്ടൻ എങ്ങനെയാട്ടാ കേട്ടത്? എടാ ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. എന്നാ? നിന്നോട് ഭയങ്കര ഇഷ്ടമുണ്ട്. എടാ നമ്മൾ ഇഷ്ടപ്പെടുന്നവരെയല്ല, പിന്നെ നമ്മളെ കൂടി ഇഷ്ടപ്പെടുന്നവരുടെ കൂടിയാണ് നമ്മൾ ജീവിക്കേണ്ടത്. പക്ഷെ ഇപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അതെന്താ? ഞാൻ പുതിയൊരു ദാമ്പത്യ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ പോവുകയാണ്. ആ കാലെടുത്ത് ഇങ്ങോട്ട് വെച്ചാൽ എന്താ കുഴപ്പം? അങ്ങനെ അങ്ങോട്ട് വെക്കാൻ പറ്റത്തൊന്നുമില്ല. അതെന്താ? താൻ കല്യാണം കഴിച്ചേനെ, ഞാനെങ്ങനെയാ വീണ്ടും കല്യാണം കഴിക്കണത്? ഞാൻ ഗീതുമായിട്ട് പുതിയ ദാമ്പത്യ ജീവിതത്തിലായിട്ട് കയറി പോകും. അത് പുതിയതല്ലേ? ആ. പഴയ നിന്നെ ഇഷ്ടമുള്ള നിന്റെ ശില്പിയോടൊപ്പം ജീവിക്കുന്നതല്ലേ യഥാർത്ഥ ശരി. ഇപ്പോഴാണ് ഏറ്റവും നല്ല സമയം. ആണോ ഏട്ടാ? നീ ചെന്ന് നോക്ക്, നിന്നെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു ശില്പി അകത്തുണ്ട്. അവളവിടെ പുട്ടുണ്ടായിക്കൊണ്ടിരിക്കുക. നീ പുറകെ കൂടെ ചെന്ന് പുട്ടുവാരി തിന്നണോ? എന്തൊരു ലാഗ്. എടാ അവളുടെ പുറകെ ചെന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറ, ഇനി ഒന്നും ആലോചിക്കല്ല, ചെല്ല് ചെല്ലടാ ചെല്ല്. സംഭവം നടന്നു. ആ സാധനമല്ല, നിങ്ങൾ പറയുന്ന സാധനമല്ല. അതല്ല സംഭവം എന്നെ തല്ലിയേട്ടോ പുട്ട് വെച്ച കൈ കൊണ്ട്.